ഇന്നിപ്പോ കേരളത്തിൽ ഒരു ദേശീയ നേതാവുണ്ട്, പ്രതിപക്ഷ നേതാവാണ് ലോകസഭയിലെ. എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ശരിയായ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ നടത്തിയ പ്രസംഗം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രസംഗം കേട്ടു. അത് ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ പറയുന്നതായിരിക്കും. CPIM-നെയും RSS BJP-യെയും എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി. എന്താണ് വാർത്തയുടെ ഒരു കഷ്ടം കണ്ടത്? എന്നാ പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ചു നേരിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ RSS-ന്റെ ഐഡിയോളജി എതിർക്കുന്നു, ഞാൻ CPIM-ന്റെ ഐഡിയോളജി അതേ ശ്വാസത്തിൽ പറയുകയാണ്. BJP-യുടെ RSS-ന്റെ ആശയത്തെ എതിർക്കുന്നു, CPIM-ന്റെ ആശയത്തെ എതിർക്കുന്നു എന്ന് രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ്. ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയിൽ BJP-ക്കെതിരെയുള്ള വിശാലമായ സമരനിരയുടെ ഏറ്റവും സജീവമായ ഘടകമായി നിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ആഗമയിക്കുന്നത്? ഡൽഹിയിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ബീഹാറിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? തമിഴ്നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ ഇങ്ങനെ പറയുമോ? ഇന്ത്യയിൽ BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമായി എണ്ണത്തിലുള്ള വലിപ്പത്തിനേക്കാളും ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കരുത്തുകൊണ്ട് ആ പ്രവാഹത്തെ ദിശാബോധം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അഭിനയിക്കുന്ന CPIM-നെ BJP-ക്കും RSS-നും ഒപ്പം ഒരേപോലെ എതിർക്കുന്നു എന്ന് എങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് പറയാൻ കഴിയുന്നു? ഇതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം. വാളയാർ ചുരം കടന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും CPIM-നെ എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാ കോൺഗ്രസ് RSS-ന്റെ പ്രത്യയശാസ്ത്രത്തെയും അവന്റെ രാഷ്ട്രീയ പ്രയോഗത്തെയും എതിർത്തിട്ടുള്ളത്? രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ ഇന്ത്യയിൽ BJP-യുടെ വളർച്ചയ്ക്ക് ഉള്ള സാഹചര്യം സൃഷ്ടിച്ച ആ പരിസരത്തുമെന്ന്? ഇവിടെ നമ്മുടെ നാട്ടിൽ ചില കോൺഗ്രസ്സുകാർ പറയില്ലേ, BJP-യും കമ്മ്യൂണിസ്റ്റുകാരും പുറത്തു നിന്ന് പിന്തുണച്ചത് കൊണ്ടാണ് 2 സീറ്റ് ഉണ്ടായി BJP വളർന്നെന്ന് പറയല്ലോ. ചിലപ്പോ നമ്മളും പലരും ചെയ്തു, അത് ശരിയാണല്ലോ. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ 2 അല്ല, 2 ആണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കേണ്ടി വരില്ലല്ലോ, അപ്രസക്തമാവില്ലേ? BJP 2 BJP-യുടെ തുടക്കമല്ല, അത് തുടർച്ചയാണ്. അത് ജനസംഘത്തിന്റെ തുടർച്ചയാണ്. 1952 ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് 10 സീറ്റ് ഉണ്ട്. ജനസംഘത്തിന്റെ 3 ഉൾപ്പെടെ 10 സീറ്റ് ഉണ്ട്. ആ 10 സീറ്റുള്ള ഹിന്ദുത്വ ശക്തികളുടെ ബ്ലോക്കിന്റെ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിച്ചു. ലിഖായത്ത് ഖാൻ അവിടെ പ്രധാനമന്ത്രിയായപ്പോ ആ ഒഴിവിൽ ആ ശ്യാമപ്രസാദ് മുഖർജിയെയാണ് നെഹ്റു ഇന്ത്യയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അത് 10 സീറ്റ് ഉണ്ട്. പിന്നീട് 65-67 കൈ കഴിയുമ്പോൾ 35 സീറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ ജനസംഘത്തിന്. പിന്നെ ജനസംഘം ജനതാ പാർട്ടി ലയിച്ചു. പിന്നെ പുറത്തു വന്ന് BJP ആയി വന്നു. അപ്പോഴെ 2 തുടക്കമല്ല, 35-ന്റെ ഇടർച്ചയുടെ തുടർച്ചയാണ് ഈ 2 എന്നുള്ളത്. ആ 2 85 ആയപ്പോഴാണ് ഇടതുപക്ഷവും ഈ 85-ഉം പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നത്. അല്ലാതെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുമ്പോ 2 അല്ല. പക്ഷെ എങ്ങനെ 85-ലേക്ക് എത്തി? ഒരിക്കലും ആരും മുങ്ങിത്തപ്പി എടുക്കരുത് എന്ന ധാരണയോടുകൂടി നെഹ്റു പൂട്ടി സരയൂ നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ താക്കോലുണ്ട്. അതാണ് തർക്കഭൂമി എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ബാബറി മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശം. അവിടെ രാജീവ് ഗാന്ധി ശിലാന്യാസത്തിന് സൗകര്യം കൊടുത്തു. രാജീവ് ഗാന്ധിയുടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തയ്യാറാക്കിയ മണിശങ്കർ അയ്യർ തയ്യാറാക്കിയ പ്രസംഗം മാറ്റിവെച്ചുകൊണ്ട് അയോധ്യയിൽ നിന്ന് ആരംഭിച്ച പ്രചരണത്തിൽ രാജീവ് ഗാന്ധി പ്രസംഗിച്ചു, രാമരാജ്യം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം.
BJP അല്ല. ആദ്യം രാമരാജ്യം എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വെച്ചത് കോൺഗ്രസ്, രാജീവ് ഗാന്ധി. വിശ്വനാഥ് പ്രതാപ് സിംഗ് എഡ്രൈ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന ഘട്ടം, അഴിമതിക്കെതിരെ, ബൊഫോഴ്സ് അഴിമതിക്കെതിരെ വലിയ വികാരം രാജ്യത്താകെ ഉയർന്നു നിൽക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ ഒരു വശത്ത് മുസ്ലിം പീഡനം എന്നുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം കോൺഗ്രസിനാൽ ചാർത്തപ്പെട്ട ആ സംഭവത്തിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിക്കാൻ രാജീവ് ഗാന്ധിയാണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രസംഗിച്ചു രാമരാജ്യം, വിശ്വാസത്തിന്റെ വർഗീയ പ്രയോഗം. അത് പോട്ടെ, ഞാൻ എല്ലാ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, ഭൂരിപക്ഷം കിട്ടിയില്ല. VP സിംഗ് പ്രധാനമന്ത്രിയായി. ആ മന്ത്രിസഭയെ BJP പുറത്തു നിന്ന് പിന്തുണയ്ക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അകത്ത് കയറിയാൽ പിന്തുണയ്ക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞതുകൊണ്ട്. അകത്ത് കയറിയാൽ BJP കൂടിയുള്ള ഒരു മന്ത്രിസഭയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് പുറത്തു നിൽക്കേണ്ടി വന്നു. ആ പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ അയോധ്യയിൽ രഥയാത്ര, അദ്വാനിയുടെ രഥയാത്ര അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ ഗവൺമെന്റ് വിശ്വാസ വോട്ടെടുപ്പ് നേടി. VP സിംഗ് ഇടതുപക്ഷ ശക്തികൾ, BJP പുറത്തേക്ക് വന്നു. BJP VP സിംഗിനെ താഴെ ഇറക്കാൻ. അന്ന് പാർലമെന്റിന്റെ പ്രതിപക്ഷം, പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്. ആ പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി. VP സിംഗ് രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് VP സിംഗ് കാവ്യാത്മകവും രാഷ്ട്രീയ ഉള്ളടക്കത്താൽ സമ്പന്നവും മതനിരപേക്ഷ ചിന്തയാൽ പ്രോജ്വലവുമായ പ്രസംഗം VP സിംഗ് അന്ന് പാർലമെന്റിൽ നടത്തി. രാജീവ് ഗാന്ധിയോട് VP സിംഗ് ചോദിച്ചു, നമ്മൾ തമ്മിൽ തർക്കങ്ങളുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഒറ്റ പ്രശ്നത്തിലാണോ? ഞാൻ ഈ കസേരയേക്കാൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ മാനിക്കുന്നു. VP സിംഗ്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയേക്കാൾ പ്രധാനം മതനിരപേക്ഷതയാണ്. മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അതിനെ തകർക്കാൻ BJP ശ്രമിക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കാൻ അദ്വാനിയുടെ രഥയാത്ര വന്നു. ഈ പ്രധാനമന്ത്രി കസേരയേക്കാൾ വലുത് എന്റെ രാജ്യമാണ് എന്ന് കരുതി അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചു. മിസ്റ്റർ രാജീവ് ഗാന്ധി, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിച്ച അദ്വാനി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ന്യൂനപക്ഷമായി മാറിയ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്കൊപ്പമോ? അതോ ബാബറി മസ്ജിദ് തകർത്ത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന BJPക്കൊപ്പമോ? നിങ്ങൾ പറയണം. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വർഗീയതയ്ക്കൊപ്പമോ മതനിരപേക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നടന്ന ആദ്യത്തെ ചരിത്രത്തിലെ ഏക വോട്ടെടുപ്പ്. അതിനു മുൻപ് ഇങ്ങനെ ഒരു വിഭജനമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ വോട്ടെടുപ്പ് ഉണ്ടായില്ല. എവിടെ നിൽക്കുന്നു? മതനിരപേക്ഷതയ്ക്കൊപ്പമോ വർഗീയതയ്ക്കൊപ്പമോ? എവിടെ നിന്ന് കോൺഗ്രസ്? കോൺഗ്രസ് BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് VP സിംഗിനെ താഴെ ഇറക്കി. കോൺഗ്രസ് വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച VP സിംഗിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി. ഇതാണ് ഇന്ത്യയിൽ BJPയുടെ വളർച്ചയ്ക്കുള്ള പരിസരം സൃഷ്ടിച്ചത്. അല്ലാതെ പുറത്തു നിന്ന് ആര് പിന്തുണച്ചുമുള്ളതല്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ വർഗീയതയ്ക്കൊപ്പമോ മതനിരപേക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നടന്ന വോട്ടെടുപ്പിൽ വർഗീയതയ്ക്കൊപ്പം BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചരിത്രഘട്ടത്തിൽ BJPക്കൊപ്പം വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ്. ഇത് ചരിത്രത്തിൽ ഇത് വസ്തുത ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും മറ്റേ ഭാഗം ആളുകൾ പറയുന്നു.
ഇന്ത്യയിൽ BJPയുടെ വളർച്ച ഇവിടെ നിന്നാണ്. അത് ശിലാന്യാസം അനുവദിച്ചതാകാം, അല്ലെങ്കിൽ VP സിംഗിന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് വോട്ട് ചെയ്ത ആ ചരിത്രഘട്ടം. അതിനുശേഷമാണ് BJP ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നത്. ഇനി കേരളം നോക്കിക്കോളൂ. പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPയുമായി അന്നത്തെ ജനസംഘവുമായി ചേർന്നതാരാ? ജനസംഘം അതിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ടാണ് EMSനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ജനസംഘവും ഒന്നിച്ചു നിൽക്കണം, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ പൊതു ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിച്ചത്. പട്ടാമ്പിയിൽ പക്ഷേ ആ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് EMS കേരള നിയമസഭയിലേക്ക് വിജയിച്ചു. വടകര ബേപ്പൂർ പിന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും വരുന്നതാണ് കോലീബി സഖ്യം. കേരളത്തിൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം യഥാർത്ഥത്തിൽ BJPയെയും CPIMനെയും ഒരേപോലെ എതിർക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ദേശീയ തലത്തിൽ BJPയെ സഹായിക്കലല്ലേ? BJPക്കെതിരെയുള്ള വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കമുള്ള ഇന്ത്യ ബ്ലോക്കിനെ ദുർബലപ്പെടുത്തലല്ലേ? പക്വതയോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ മേധാവി എന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രസംഗിക്കേണ്ട രാഹുൽ ഗാന്ധി കേരളത്തിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽക്കാലികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പ്രസംഗിക്കാമോ? ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ പോണത്? താൽക്കാലിക അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകുമ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, ആശയപരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മേധാവായി ഇരിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ, കോൺഗ്രസിന്റെ വക്താക്കൾ ലോകത്താകമടങ്ങും മോഡിയെ സ്തുതിക്കുന്നത്? അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഇവിടെ നിന്നുള്ളൊരാൾ മാത്രമല്ല, മറ്റു നേതാക്കന്മാർ പറഞ്ഞില്ലേ, കാശ്മീരിൽ 370 വകുപ്പ് റദ്ദാക്കിയത് ധീരമായ തീരുമാനം. കോൺഗ്രസിന്റെ നേതാവോ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞോ? അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് ഇടമില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചോ? ജമ്മുകാശ്മീരിൽ 370 വകുപ്പ് റദ്ദാക്കി അവിടെയാകെ രാഷ്ട്രീയ നേതാക്കന്മാരെ തടവറയിലാക്കിയപ്പോ അന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ജമ്മുകാശ്മീരിന് കോൺഗ്രസിന്റെ മേധാവായ MP ഉണ്ടായിരുന്നു, ഗുലാം നബി ആസാദ്. അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത CPIMന് ജനറൽ സെക്രട്ടറി നേരെ വിമാനത്തിൽ ജമ്മുകാശ്മീരിലേക്ക് പോയി, ശ്രീനഗറിലേക്ക്. യൂസഫ് തരീഖാമിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിച്ചില്ല. ഒരു കോൺഗ്രസ് നേതാവ് കൊണ്ടോട്ട് പോയില്ല. സീതാറാം യെച്ചൂരി ജമ്മുകാശ്മീരിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമല്ല. ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിനെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭാംഗം, കോൺഗ്രസിന്റെ അന്നത്തെ പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹം പോയേയില്ല. നേരെ തിരിച്ചു വന്ന സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് പോയി. എവിടെ നിന്ന് കോൺഗ്രസ്? പിന്നീട് കോൺഗ്രസിന്റെ പ്രസ്താവന വരുന്നു, ആ 370 വകുപ്പ് റദ്ദാക്കിയതിന് ധീരമായ നടപടി എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്തർദേശീയ തലത്തിൽ വാദിക്കുമ്പോ നിശബ്ദത പാലിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് കോൺഗ്രസ് BJPയും CPIയും ഒരേപോലെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ കാപട്യം ശരിയായി തിരിച്ചറിയും. എത്രയെത്തുന്നു ആ ഘട്ടങ്ങൾ? കേരളത്തിലല്ലേ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, CPIMനും BJP ഞങ്ങൾ ഒരേപോലെ ശത്രുക്കളായി കാണുന്നു. അദ്ദേഹമല്ലേ ഗുരുജി ഗോൾവാക്കറുടെ മുൻപിൽ ഇങ്ങനെ വിളക്ക് കൊളുത്തി നിന്നത്? കേരളത്തിൽ RSS ശാഖകളെ സംരക്ഷിച്ചു എന്നത് അഭിമാനപൂർവ്വം പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവല്ലേ ഈ രാഹുൽ ഗാന്ധി? എന്നിട്ടാണ് നിങ്ങൾ BJPക്ക് ഇവരെ പൊരുതുന്നത്?